ഹലോ ഗായ്സ്, വെൽക്കം ടു ഷാസ് ഡ്രീം. ഇപ്പോൾ ഞാൻ കല്ലൊക്കെ എടുത്തിട്ട് എടുക്കാൻ പോകണമെന്ന് അറിയാം. ഞാൻ നേരെ പോണത് പോള് മൂച്ചിമക്കാണ്. മൂച്ചി മാങ്ങ മരത്തുമക്കാണ്. അപ്പോൾ ഞാൻ കല്ലിട്ട് പപ്പ പറഞ്ഞു നമുക്ക് തോട്ടിയോണ്ട് പറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ തോട്ടിയോണ്ട് പറിച്ച് ഇത്ര മാങ്ങ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോഴാണ് ഓടി വരുന്നത്. അപ്പോൾ കുറേ മാങ്ങ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയും വേണം പറഞ്ഞിട്ട് ഇനിയും പറിക്കാൻ പോവാണ് ഗൈസ്. കുറേ വലിയ മൂച്ചിയാണ്. അതിൽ ഫുള്ള് പച്ചയായിട്ട് കാണാത്തതുകൊണ്ടാണ്. ഞങ്ങളവിടെ വലുതുണ്ട്. അത് പോയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞിട്ട് ഞങ്ങളത് പറിച്ചില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ അപ്പം മിന്നാസ് ഓടിപ്പാടി വരുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? അപ്പോൾ അതാ ഇങ്ങനെ വലിയ മുച്ചം വന്ന് ഞങ്ങൾക്ക് പപ്പ മാങ്ങ പറിച്ച് തരുന്നുണ്ട്. കണ്ടോ, കുറേ മാങ്ങ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് മതിയാവാത്തതുകൊണ്ട് ആക്രമണം കൂട്ടി വീണ്ടും പറിക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പം പറിക്കാൻ പറഞ്ഞാൽ പിന്നെ പറിക്കാൻ പറ്റില്ലല്ലോ. സ്വഭാവമല്ലേ, ചോദിക്കണവരെ സമ്മതിക്കണവരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ മാങ്ങ കുറേ പറിച്ചിട്ട് കൊള്ളാണ്ടില്ലേ, ഊഞ്ഞാലാട്ടി മതി വീണ്ടും പറിച്ച് കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് പോയി തരുത്തെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറിച്ചെന്ന് ഗൈസ്. അങ്ങനെ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഞങ്ങളെ മൊത്തമെന്ന് ചാടിയ കുറച്ച് മാങ്ങ കൂടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ബിസ്ക്കറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ പല വീട്ടിലാണ്. അവിടെ ഇങ്ങോട്ട് പോകുന്നൊക്കെയാണ് നോമ്പ് വെക്കാനാണ് ഗൈസ്. ഇവിടെ നോമ്പ് തരാം. അപ്പം അങ്ങനെ വീണ്ടും മാങ്ങ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് കീസിലിട്ടതിന് ശേഷം പോവാൻ വന്നപ്പോൾ വീണ്ടും കിട്ടി. എല്ലാവർക്കും കുറേ കിട്ടിയ പോയി ഉപ്പിലിടാലോ, എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ എടുത്ത് കുറേ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓല അത് രണ്ടും കൊണ്ട് വണ്ടി പിന്നെ കൊണ്ടുപോയില്ല ഗൈസ്. അവർക്ക് മാങ്ങട്ടെ പാരി വേണ്ട. അപ്പം ഞാനും അങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓല ഇവിടെ അനിയത്തിയൊന്നുമില്ല ഗൈസ്. രണ്ടനിയത്തിമാരും ഇല്ല. ഓള പടുക്ക് വന്നിട്ടാണ്. അപ്പം ഞാൻ നോമ്പോട്ടുകൊണ്ട് എനിക്ക് വല്ലാതെ നല്ല പൂതിയുണ്ട്. ഞാൻ ഇങ്ങനെയല്ല പറയാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഇടണ്ട, നമുക്ക് നാളെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു ഗൈസ്. അപ്പം ഇങ്ങനെ ഞാനിതാ അടിയിലേക്ക് ഓടി വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ ചെറുതായിട്ട് ഇറങ്ങി, പക്ഷേ നോ പ്രോബ്ലം. അപ്പോൾ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിന്നോട്ടെ, നമുക്ക് ഒന്ന് സുറുക്കായിട്ട് നമുക്ക് തിന്നാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വീണ്ടും പോകുന്നു ഗൈസ്. അപ്പോൾ ഇതാ കേസിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.